Hi students, welcome to our English class for 5th standard students. Okay, let us move to the next chapter, that is the unit 3, an unlucky millionaire. What's the lesson's name? An unlucky millionaire. What is meant by luck? What is meant by luck? Bhagyam. Okay, unlucky, luck, opposite of luck. And in the unlucky, നിർഭാഗ്യവാനായ. Unlucky. What's the meaning of millionaire? Millionaire. What's the meaning? കോടീശ്വരൻ. Okay. അപ്പോൾ എന്താണ് an unlucky millionaire? നിർഭാഗ്യവാനായ ഒരു കോടീശ്വരന്റെ സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു അൺലക്കി ആയിട്ടുള്ള ഒരു പേഴ്സണ് എങ്ങനെയാണ് ഈ ഒരു വിജയം, അതായത് മില്ലനെയർ, ഒരു കോടീശ്വരനാകുക? അപ്പൊ എന്താണ് ലക്ക്? ആ ലക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും അതായത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുന്ന ഒന്നാണോ? എങ്ങനെയാണ് ഈ ഒരാള് ഇവിടെ ഒരാള് അദ്ദേഹം വിചാരിച്ചിരുന്നത് താൻ എപ്പോഴും, ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ എനിക്കൊരു ഭാഗ്യവുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അല്ലേ? അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് തന്നെ ഒരു വിചാരം ഉണ്ടായിരുന്നു, എനിക്ക് ഒരു ഭാഗ്യവുമില്ലാത്ത ഒരാളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ കഥയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ്. Long ago, there was an honest, good-hearted young man called Peggu, who lived in a village in northeast India. നോർത്ത് ഇന്ത്യയിലായിരുന്നു പെഗു എന്നയാൾ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത്? ഓണസ്റ്റ് മാൻ, സത്യസന്ധനായിരുന്നു. ഗുഡ് ഹാർട്ടഡ്, നല്ല മനസ്സുള്ളയാളായിരുന്നു. യങ് മാൻ, ചെറുപ്പക്കാരനായിരുന്നു. What is the name of the person? Peggu. He worked from morning till night but remained poor. രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ടിട്ടും ബട്ട് റിമൈൻഡ് പുവർ, എന്നും പട്ടിണിയും പരിവട്ടവുമായിട്ട് നടക്കുകയാണ്. ഹി തോട്ട് ഹി വാസ് അൺലക്കി. അങ്ങനെ ഉള്ളപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്നത് എന്താണ്? ഹി വാസ് അൺലക്കി. വൺ ഡേ ഹി പ്രേഡ് ടു ദ ഗോഡസ് ഓഫ് മേഴ്സി. അങ്ങനെ ഒരു ദിവസം ഹി പ്രേഡ് ടു ദ ഗോഡസ് ഓഫ് മേഴ്സി. മേഴ്സി മീൻസ് എന്താണ്? ഫൊർഗീവ്നെസ്, അതായത് കരുണയുടെ ദേവതയോട് പ്രാർത്ഥിച്ചു. പെഗു, ഹോളി ഗോഡസ്, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് വിത്ത് മീ. എനിക്കൊന്നുമില്ല. ഐ ജസ്റ്റ് ഡു നോട്ട് സക്സീഡ് അറ്റ് വാട്ട് എവർ ഐ ഡു. ഞാൻ എന്തെല്ലാം ചെയ്താലും എനിക്ക് വിജയിക്കാനാവുന്നില്ല. ഐ ഹാവ് നെവർ ഡൺ എനിത്തിങ് റോങ്. ഞാനൊന്നും ഇതുവരെ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഐ പ്രേ ടു യു ടു പ്ലീസ് ഹെൽപ്പ് മീ ആൻഡ് മേക്ക് മൈ ഫ്യൂച്ചർ ബെറ്റർ. ദയവായിട്ട് എന്നെ സഹായിച്ച് എൻ്റെ ഭാവി ബെറ്റർ ആക്കണം. ദസ് സെയിങ് ഹി ഫാസ്റ്റഡ് ഓൾ ഡേ. എല്ലാ ദിവസവും നൊയമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹി ഫാസ്റ്റഡ് ഓൾ ഡേ ആൻഡ് ഡിഡ് നോട്ട് ലീവ് ദ ടെമ്പിൾ. ടെമ്പിളിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. When it became dark, the goddess of mercy appeared in front of him. അവസാനം പ്രാർത്ഥന കാണാതിരിക്കാൻ നമ്മുടെ ഗോഡസ് ഓഫ് മേഴ്സിക്ക് കഴിഞ്ഞില്ല. ഗോഡസ് പെഗുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഗോഡസ് ഓഫ് മേഴ്സി എന്താ പറഞ്ഞതെന്ന് നോക്കാം. വെൻ യു ലീവ് ദിസ് ടെമ്പിൾ യു വിൽ ഫാൾ ഡൗൺ ആൻഡ് ക്യാച്ച് സംതിങ്. എന്തായിരുന്നു പറഞ്ഞത്? ഈ ടെമ്പിളിൽ നിന്ന് പോകുമ്പോൾ നിന്റെ കയ്യിൽ ഒരു സാധനം വന്ന് വീഴും. ഓക്കെ, നെക്സ്റ്റ് പേജ്. യു ഷുഡ് ട്രാവൽ ഇൻ ദ വെസ്റ്റ് ഡയറക്ഷൻ വിത്ത് ഇറ്റ്, നോ മാറ്റർ വാട്ട്. യു ഷുഡ് ട്രാവൽ ഇൻ ദ വെസ്റ്റ് ഡയറക്ഷൻ. ഇൻ വിച്ച് ഡയറക്ഷൻ? ഏത് ഡയറക്ഷനിലാണ് പോകണമെന്ന് പറഞ്ഞത്? വെസ്റ്റ് ഡയറക്ഷൻ. ഇവിടുന്ന് ഇറങ്ങി വെസ്റ്റ് ഡയറക്ഷനിൽ പോവുക. നോ മാറ്റർ വാട്ട്. ദിസ് ഈസ് ഓൾ ഐ വിൽ ടെൽ യു, ദ റെസ്റ്റ് ഈസ് അപ് ടു യു. ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, ബാക്കിയെല്ലാം നിന്നിൽ തന്നെ വന്നു ചേരും. ഇതാണ് ഗോഡസ് പറഞ്ഞത്. പെഗു ഡിഡ് നോട്ട് റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ മെന്റ്. എന്താണ്
ഗോഡസ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പെഗുവിന് മനസ്സിലായില്ല. ബട്ട് ഹി ഡിസൈഡഡ് ടു ആക്ട് ഓൺ ഇറ്റ് നെവർത്ത്ലെസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ, അതായത് നമുക്ക് ദൈവത്തിലുള്ള ആ വിശ്വാസം കൊണ്ട് ഗോഡസ് പറയുന്നത് അനുസരിച്ചേക്കാം. ഹി താങ്ക് ദ ഗോഡസ് പ്രൊഫ്യൂസ്ലി. ഗോഡസിനോട് നന്ദി പറഞ്ഞ് ഇറങ്ങി. ഓൺ ലീവിങ് ദ ടെമ്പിൾ ഹി ഫെൽ ഡൗൺ ആൻഡ് കോട്ട് സംതിങ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഹി ഫെൽ ഡൗൺ, താഴേക്ക് വീണ് എന്തോ ഒരു കാര്യത്തിൽ കയറി പിടിച്ചു. പെഗു, വാട്ട് ഈസ് ദിസ്? എ സ്ട്രോ. എന്താണ് എൻ്റെ കയ്യിൽ? ഒരു സ്ട്രോ. വാട്ട് ഈസ് മീൻ ബൈ സ്ട്രോ? എന്താ സ്ട്രോ എന്ന് പറഞ്ഞാൽ? ഉണങ്ങിയ ഒരു പുൽക്കൊടി, ഒരു പുല്ല് അല്ലേ? വാട്ട് ക്യാൻ എ സ്ട്രോ ഡു? ഇതാണോ ഗോഡസ് എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞത്? ഒരു സ്ട്രോയ്ക്ക് എന്ത് ചെയ്യാനായിട്ടാണ്? ബട്ട് ഐ മസ്റ്റ് ബിലീവ് ഇൻ ദ ഗോഡസ് ആൻഡ് വാട്ട് ഷീ സെഡ്. പക്ഷെ ഞാൻ ഗോഡസിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ ഗോഡസ് പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യും. സോ ഹി വാക്ക് ടുവേർഡ്സ് വെസ്റ്റ് വിത്ത് ദ സ്ട്രോ. പിന്നെയും ഏത് ഡയറക്ഷനിൽ പോയി? കയ്യിൽ ഈ സ്ട്രോയുമായിട്ട് വെസ്റ്റ് ഡയറക്ഷനിൽ പോയി. സൂൺ ഇറ്റ് ബിക്കെയിം നൈറ്റ്. രാത്രിയായി. എ ഫയർ ഫ്ലൈ ഫ്ലൂ ടു ഹിം. ഫയർ ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാത്രിയിൽ ലൈറ്റ്, മിന്നാമിനിങ് അല്ലേ? ഫയർ ഫ്ലൈ ഫ്ലൂ ടു ഹിം. ഒരു മിന്നാമിനിങ് ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പറന്നു വന്നു. ഹി കോട്ട് ആൻഡ് ടൈഡ് ഇറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്ട്രോ ആൻഡ് വാക്ക്ഡ് അഗെയിൻ. ഈ സ്ട്രോയുടെ മുകളിലായിട്ട് ഈ മിന്നാമിനിങ്ങിനെ കെട്ടിയിട്ടു. ആൻഡ് വെൻ ഹി arrived in a town, a mother was trying to stop her baby from crying. He decided to help. ടൗണിലെത്തിയപ്പോൾ ഒരു അമ്മ തൻ്റെ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നി. ആ കുട്ടി വല്ലാതെ കരയുകയാണ്. അപ്പോൾ അമ്മ കരയരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹി ഡിസൈഡഡ് ടു ഹെൽപ്പ്. പെഗു തീരുമാനിച്ചു അമ്മയും കുട്ടിയെ സഹായിച്ചേക്കാം. പെഗു, ഓ വൈ ഈസ് ദ ബേബി ക്രൈങ് സോ മച്ച്? എന്തിനാണ് ഇത്രയും കരയുന്നത്? ലുക്ക് ഹിയർ ഈസ് എ ഫയർ ഫ്ലൈ. നമുക്കറിയാം, കൊച്ചു കുട്ടികളൊക്കെ കരയുമ്പോൾ നമ്മൾ കുട്ടിയുടെ അടുത്ത് വന്ന് ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് കാണിക്കും. ഇറ്റ് ഗ്ലോസ് ഇൻ ദ ഡാർക്ക്. അപ്പം രാത്രിയിൽ ഈ ഫയർ ഫ്ലൈ മിന്നുന്ന കണ്ടപ്പോൾ ഈ കുട്ടിക്ക് പെട്ടെന്നൊരു മാറ്റം. ദ ബേബി സ്റ്റോപ്പ് ക്രൈങ്. ബേബി കരച്ചിൽ നിർത്തി. അറ്റ് ദ സൈറ്റ് ഓഫ് ദ ഫയർ ഫ്ലൈ ആൻഡ് സ്മൈൽഡ്. എന്തിനെ കണ്ടിട്ടാണ്? ഈ ഫയർ ഫ്ലൈയെ കണ്ടിട്ടാണ് ബേബി കരച്ചിൽ നിർത്തിയത്. ദ മദർ, ഐ വാസ് ട്രൈങ് ടു പാസിഫൈ ദ ബേബി സിൻസ് വെരി ലോങ്. പാസിഫൈ, വാട്ട് ഈസ് മീൻ ബൈ പാസിഫൈ? ടു മേക്ക് സംവൺ ഹു ഈസ് ആംഗ്രി. അതായത് എനിക്ക് വളരെ വിഷമിച്ചും സങ്കടപ്പെട്ടും എല്ലാം ഇരിക്കും, ദേഷ്യവും എല്ലാം വരുന്നുണ്ടായിരുന്നു. ഈ കുട്ടി കരച്ചിൽ നിർത്താതെ വന്നപ്പോൾ എന്നെ സഹായിച്ചു അല്ലേ? ഹൗ കൈൻഡ് ഓഫ് യു. നിങ്ങൾ എന്തൊരു നല്ല മനുഷ്യനാണ്. ടു ഹെൽപ്പ്. ഹിയർ ദീസ് 3 oranges ഇൻ റിട്ടേൺ. പകരമായിട്ട് ഈ 3 ഓറഞ്ചസ് ഞാൻ നിങ്ങൾക്ക് തരാം. പെഗു വാക്ക് ടുവേർഡ്സ് വെസ്റ്റ് അഗെയിൻ. വീണ്ടും ഈ ഓറഞ്ചസ് ആയിട്ട് പെഗു എങ്ങോട്ട് പോയി? വെസ്റ്റ് ഡയറക്ഷനിൽ തന്നെ പോയി. വിത്ത് 3 oranges. ഹീ സ്പെൻഡ് ദ നൈറ്റ് ഇൻ ദ ടൗൺ ആൻഡ് മൂവ്ഡ് on at dawn the next day. Suddenly he saw a swali or a young lady suffering by the roadside. പിറ്റേ ദിവസം പെഗു എന്താണ് കണ്ടത്? he saw a swali. swali means അതായത് അവിടുത്തെ ഏറ്റവും ഒരു കോടീശ്വരിയായിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ചയിൽ വളരെ ധനികരായിട്ടുള്ള ആളുകൾ, വുമൺ ആണ് സുവാലി എന്ന് വിളിക്കുന്നത്. സുവാലി ഓർ എ യങ് ലേഡി. ഒരു യങ് ലേഡിയാണ്, സുന്ദരിയായിട്ടൊരു പെണ്ണ് നിൽക്കുന്നത് കണ്ടു. സഫറിങ് ബൈ ദ റോഡ് സൈഡ്. ഹി റഷ് ടു ഹെർ സൈഡ്. ഓടിച്ചെന്നു. എന്താണ് വിഷമിച്ചിരിക്കുന്നത്? പെഗു, വാട്ട്സ് എ മാറ്റർ സുവാലി? വാട്ട് ക്യാൻ ഐ ഡു ടു ഹെൽപ്പ്? ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? സെർവൻറ്റ് ഓഫ് ദ യങ് ലേഡി. അപ്പോൾ ഈ യങ് ലേഡിയുടെ സെർവൻറ്റും ഉണ്ട്. വി ആർ ഓൺ അവർ വേ ബാക്ക് ഫ്രം ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അപ്പോൾ എന്താണ് സെർവൻറ്റ് എന്ത് പറഞ്ഞു? ഞങ്ങൾ എവിടെ നിന്ന് വരികയാണ്? ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ ചെന്നിട്ട്
വരികയാണ്. ഓൾ അവർ ഫുഡ് ആൻഡ് വാട്ടർ വാസ് സ്റ്റോളൻ ബൈ ദ റോബേഴ്സ് ഓൺ ദ വേ. വഴിയിൽ വെച്ച് കള്ളന്മാർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡും വാട്ടറും എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി. ഷീ നീഡ്സ് ഫുഡ് ആൻഡ് വാട്ടർ വെരി ബാഡ്ലി. അതുകൊണ്ട് തന്നെ ഈ സുവാലിക്ക് എന്താ വാട്ടറും ഫുഡും ഒക്കെ വേണം. പ്ലീസ് ഹെൽപ്പ് അസ് ഗുഡ് സർ. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് രക്ഷിക്കാമോ? പെഗു ഡിഡ് നോട്ട് ഹാവ് എനി വാട്ടർ ബട്ട് ഹി ഗേവ് ഹർ ദ ഓറഞ്ചസ് ടു ഈറ്റ്. പക്ഷേ പെഗുവിൻ്റെ കയ്യിൽ വാട്ടർ ഉണ്ടായിരുന്നില്ല, ബട്ട് എന്തുണ്ടായിരുന്നു? ഓറഞ്ചസ് ഉണ്ടായിരുന്നു അല്ലേ? ഹി സ്പോക്ക് സൂതിങ് വേർഡ്സ് ആൻഡ് ആസ് ഹർ ടു കാം ഡൗൺ. സൂതിങ് വേർഡ്സ് മീൻസ് അതായത് ഒന്നും പേടിക്കണ്ട, അതായത് ഒരു കംഫേർട്ട് കൊടുക്കുന്ന രീതിയിൽ ഉള്ള സംസാരം അല്ലേ? അല്ലെങ്കിൽ സാരമില്ല പോട്ടെ, ഈ ഓറഞ്ചസ് എടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുത്തു. ആഫ്റ്റർ ഈറ്റിംഗ് ദ ഓറഞ്ചസ് ദ യങ് വുമൺ റിക്കവേർഡ്. ഓറഞ്ചസ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അപ്പം ഓറഞ്ചസ് കഴിച്ച് കഴിഞ്ഞപ്പം ഈ സുവാലിക്ക് ഒരു ഉണർവ് ഉണ്ടായി. ഓക്കെ, ക്ലിയർ? ഓക്കെ, യങ് ലേഡി, ഐ കനോട്ട് താങ്ക് യു ഇനഫ് ഫോർ സേവിങ് മൈ ലൈഫ്. ഹിയർ ടേക്ക് ദിസ് വെയിൽ ഓഫ് ക്ലോത്ത് ഇൻ റിട്ടേൺ. എൻ്റെ ജീവൻ രക്ഷിച്ചതിന് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഈ ബെയിൽ ഓഫ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാത്ത ഒരു റോൾ ക്ലോത്തിനാണ് എന്ത് പറയുന്നത്, ഒരു കുറേ റോളായിട്ട് കിട്ടുന്ന ക്ലോത്തിനാണ് ബെയിൽ ഓഫ് ക്ലോത്ത്. പെഗു അങ്ങനെ ആ ക്ലോത്ത് യങ് ലേഡി പെഗുവിന് കൊടുത്തു. പെഗു താങ്ക്ഡ് ഹെർ ആൻഡ് വാക്ക് ടുവേർഡ്സ് ദ വെസ്റ്റ് അഗെയിൻ. വീണ്ടും വെസ്റ്റിലേക്ക് തന്നെ പോയി. വിത്ത് എ ബ്യൂട്ടിഫുൾ സിൽക്ക് ക്ലോത്ത്. അപ്പോൾ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കിൻ്റെ ക്ലോത്താണ്. ഹി സൂൺ കെയിം അക്രോസ് എ സോൾജിയർ ഇൻ ടാറ്റേർഡ് ക്ലോത്ത്. ടാറ്റർ മീൻസ് കീറിപ്പറിഞ്ഞ, അതായത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് മുഴുവൻ കീറിയതായിരുന്നു. അങ്ങനെയുള്ള ഒരു സോൾജിയറിനെ കണ്ടു. സോൾജിയർ, ഐ എം ഇൻ ഡയർ നീഡ് ഓഫ് ന്യൂ ക്ലോത്ത്സ്. എനിക്ക് പുതിയ ക്ലോത്തിൻ്റെ ആവശ്യമുണ്ട്. ടേക്ക് മൈ ഹോസ് ബട്ട് ഗീവ് മീ ദ ക്ലോത്ത്. എനിക്കിപ്പം ഡ്രസ്സാണ് ആവശ്യം, അതുകൊണ്ട് ആ ക്ലോത്ത് എനിക്ക് തരിക, ഞാൻ എൻ്റെ കുതിരയെ തരാം, എൻ്റെ ഹോസിനെ എടുത്തോളൂ. പെഗു, സർ ഐ വിൽ ഷുവർലി എക്സ്ചേഞ്ച് ഇറ്റ് വിത്ത് യുവർ ഹോസ്. ഞാൻ തീർച്ചയായിട്ടും തരാം. ഫോർ ഐ നീഡ് എ റൈഡ് ആൻഡ് യു നീഡ് ക്ലോത്ത്സ്. എനിക്ക് ഈ ഹോസിനെ റൈഡ് ചെയ്യണം, നിങ്ങൾക്ക് ഈ ക്ലോത്ത് ആവശ്യം, അതുകൊണ്ട് എൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഈ കുതിരയെ ഇങ്ങനെ തരിക. ഹി വാക്ക് ടുവേർഡ്സ് ദ വെസ്റ്റ് അഗെയിൻ. വീണ്ടും വെസ്റ്റ് ഡയറക്ഷനിൽ തന്നെ വിത്ത് ദ ഹോസുമായിട്ട് പോയി. വെൻ ഹി അറൈവ്ഡ് ഇൻ എ കാസ്റ്റിൽ ടൗൺ കോടിപതി ഓർ എ മിലനിയർ, ഒരു കോടീശ്വരൻ ഈ ഹോസിനെ കണ്ടു. ഒരു വലിയ കാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ഒരു കോടിപതി കണ്ടു. കോടിപതി, യങ് മാൻ ഐ ലൈക്ക് യുവർ ഹോസ്. നിങ്ങളുടെ കുതിര എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഐ ഹാവ് സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുതിരയാണ്. ഐ വുഡ് ലൈക്ക് ടു ബൈ ഇറ്റ് ഫ്രം യു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ കുതിരയെ മേടിച്ചു കൊള്ളട്ടെ. ബിഫോർ ദാറ്റ് കം ഇൻസൈഡ് ആൻഡ് ഫ്രഷൻ അപ്പ്. അതുപോലെ തന്നെ അകത്തേക്ക് വരിക, നിങ്ങൾക്ക് ഈ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് ഫ്രഷായിട്ട് യാത്ര തുടരാം. യു ലുക്ക് ക്വൈറ്റ് ടയേർഡ് ഫ്രം ദ ജേർണി. നിങ്ങളെ കണ്ടിട്ട് ജേർണി കഴിഞ്ഞ് വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നു, അതുകൊണ്ടാണ് അകത്ത് കയറി ഒന്ന് ഫ്രഷായിട്ട് പോകാമെന്ന് പറഞ്ഞത്. പെഗു ഗ്രേറ്റ്ഫുള്ളി ആക്സെപ്റ്റഡ് ദ ഇൻവിറ്റേഷൻ ടു ദ കോടിപതീസ് ഹൗസ്. കോടിപതിയുടെ വീട്ടിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചു. കോടിപതി വാസ് പ്ലീസ് ടു സീ സച്ച് എ ഹംബിൾ യങ് മാൻ. ഈ ഇത്രയും ഹംബിൾ മീൻസ് സംവൺ ഹു ഡസ് നോട്ട് ഷോ ഓഫ്. ഒരു ഷോ ഓഫും ഇല്ല, എന്താ പറയുന്നത്, വളരെ മര്യാദയുള്ള, ഒരഹങ്കാരവുമില്ലാത്ത ഈ മനുഷ്യനെ കണ്ടിട്ട് കോടിപതിക്ക് വളരെയധികം ഇഷ്ടമായി. ആഫ്റ്റർ എ വൈൽ ദ ഓൾഡ് മാൻസ് ഡോട്ടർ ബ്രോട്ട് എ ജഗ് ഓഫ് ജ്യൂസ് ഫോർ ദം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഓൾഡ് മാൻ്റെ മകൾ ഒരു ജഗ് ഓഫ് ജ്യൂസുമായിട്ട് പെഗുവിന് കൊടുക്കാനായിട്ട് വന്നു. ഡോട്ടർ, അന്നേരമാണ് ഈ ഡോട്ടർ പെഗുവിനെ കാണുന്നത്. ഓ ഫാദർ, ദിസ് ഈസ് ദ സെയിം യങ് മാൻ ഹു സേവ്ഡ് മീ ഫ്രം സർട്ടൺ ഡെത്ത്. എന്നെ എൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഇദ്ദേഹമാണ്. ഹി ഹാഡ് നത്തിങ് യെറ്റ് ഹി ഗേവ് മീ ഹിസ് ഫുഡ് വെൻ ഐ നീഡഡ് ഇറ്റ്. എനിക്ക് ദാഹിച്ചപ്പോൾ എനിക്ക് ആ ഓറഞ്ച് തന്ന് എന്നെ രക്ഷിച്ചയാളാണ്
ഇദ്ദേഹം. ബട്ട് ഫോർ ഹിം ഐ വുഡ് ഹാവ് ബീൻ സെപ്പറേറ്റഡ് ഫ്രം യു ഫോർ എവർ. പെഗു വാസ് ക്വൈറ്റ് സർപ്രൈസ് ടു സീ ദ യങ് ലേഡി ടു. പെഗു അയ്യോ ഇത് വഴിയിൽ കണ്ട സുവാലിയായിരുന്നല്ലോ എന്നുള്ള അന്നേരമാണ് അതിശയിച്ചു പോയത്. കോടിപതി, സൺ, വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു യു. യു ആർ ഇൻഡീഡ് എ വെരി ഗുഡ് ആൻഡ് കൈൻഡ് മാൻ. നിങ്ങൾ ഒരു വളരെ നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് ഈസ് ഹാർഡ് ടു കം ബൈ ഓണസ്റ്റ് ആൻഡ് ജനറസ് പീപ്പിൾ ഇൻ മൈ ടൗൺ. ഇപ്പോൾ ഇതുപോലെയുള്ള ജനറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്ത് ചോദിച്ചാലും കൊടുക്കാനായിട്ട് ഒരു മനസ്സുള്ള ആളുകളെ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. ഐ വുഡ് ലൈക്ക് യു ടു മാരി മൈ ഡോട്ടർ ഇഫ് ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു യു. നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ എൻ്റെ മകളെ കല്യാണം കഴിക്കുക. പെഗു കുഡ് നോട്ട് ബിലീവ് ഹിസ് ലക്ക്. പെഗുവിന് കണ്ണ് നിറഞ്ഞുപോയി. അതായത് പെഗുവിന് വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന് തൻ്റെ ആ ഭാഗ്യത്തെ ഓർത്ത്. ഹി ആക്സെപ്റ്റഡ് ദ ഓൾഡ് മാൻസ് പ്രപ്പോസൽ. പെഗു ഈ ആലോചന സ്വീകരിക്കുകയും ഗ്ലാഡ്ലി ആൻഡ് സെറ്റിൽ ഡൗൺ വെരി വെൽ ഇൻ ദ കാസ്റ്റിൽ അലോങ് വിത്ത് ഹിസ് വൈഫ്. അങ്ങനെ ആ കൊട്ടാരത്തിൽ തൻ്റെ വൈഫിനൊപ്പം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്തു. ദസ് പെഗു ബിക്കെയിം എ മില്ലനെയർ ഫ്രം എ സ്ട്രോ. അപ്പം നമ്മൾ എന്താണ്, ഒരു സ്ട്രോയിൽ നിന്നാണ് ഒരു മില്ലനെയറായിട്ട് വന്നത്. ഹി നെവർ ഫോർഗോട്ട് ടു ടേക്ക് കെയർ ഓഫ് ഈവൻ എ സിംഗിൾ സ്ട്രോ ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. ബാക്കിയുള്ള ജീവിതം എൻ്റെ ഒരു സ്ട്രോയിൽ നിന്നാണ് ഞാൻ ഈ കോടിപതിയായിട്ട് മാറിയത് എന്നുള്ളത് ഒരിക്കലും അദ്ദേഹം മറന്നില്ല. So kind was he that people soon started calling him ദയാലു കോടിപതി or the kind-hearted millionaire. അങ്ങനെ അദ്ദേഹത്തെ ദയാലു കോടിപതി or kind-hearted millionaire എന്ന പേരിന് അർഹനായി. ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു kind-hearted ആയിട്ടുള്ള മനസ്സാണ് പ്രധാനം. നമ്മുടെ ഭാഗ്യം നമ്മുടെ കൂടെ തന്നെ വരും. അദ്ദേഹം എന്ത് ചെയ്യാനായിട്ട് മനസ്സുള്ള ഒരാളായിരുന്നു, എന്തിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ള ഒരാളിനെയാണ് നമ്മൾ പെഗു എന്ന ഒരാളിലൂടെ നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയാൽ ഭാഗ്യം നമ്മുടെ കൂടെ വരും. സോ read the text at least 3 times. Okay.